വയനാട് നിൽക്കുകയാണ്. ലോകത്തു നിന്നുള്ള മുഴുവൻ ആളുകളും സഹായവുമായിട്ട് വയനാടിനെ സഹായിക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അപലപനീയമായ കാര്യമാണ്. ഇതെന്താ, കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? വയനാട് ഇന്ത്യയുടെ ഭാഗമല്ലേ? മാത്രമല്ല, ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ ചർച്ച വന്നപ്പോൾ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാലും ടെക്നിക്കൽ പ്രോബ്ലം ഇല്ല. അങ്ങനെ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ കീഴ്വഴക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ആന്ധ്രാപ്രദേശിലും ദുരന്തമുണ്ടായപ്പോൾ അവിടെ കലാമിറ്റി ഓഫ് സിവിയർ നാച്ചുറൽ എന്ന രീതിയിൽ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ L3. അപ്പോൾ അവിടെ ഒരുപാട് സഹായങ്ങൾ ഏജൻസികൾ കൊടുക്കാം. എം പിമാരുടെ ഫണ്ട് വേണമെങ്കിൽ എം പിമാർക്ക് കൊടുക്കാം, MLA-മാരുടെ ഫണ്ട് ഉപയോഗിക്കാം, എക്സ്റ്റേണൽ ഏജൻസികളുടെ ഫണ്ട് ഉപയോഗിക്കാം. ഇതെല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ട് അത് പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ഇതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കഴിഞ്ഞു. ഇൻ്റർ മിനിസ്ട്രിയൽ വിസിറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെൻറ്റും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവർ കാലതാമസം നടത്തുന്നത്? മാത്രമല്ല, ഇപ്പോൾ ഒരു നെഗറ്റീവ് ആൻസർ കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരു നിരുത്തരവാദപരമായ സമീപനമല്ലേ? ഇത് വലിയ പ്രശ്നമാക്കും ഞങ്ങളുടെ സംശയമില്ല. വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇത് മുൻനിർത്തിക്കൊണ്ട് ശക്തമായ പോരാട്ടം ഇന്ത്യ മുന്നണി നടത്തും. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ദേശീയ ദുരന്തം എന്നൊരു കാറ്റഗറി ഇല്ല എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോ? എങ്ങനെയാണ്? അല്ല, കാറ്റഗറി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് പ്രഖ്യാപിച്ചത്. കലാമിറ്റി ഓഫ് സിവിയർ നാച്ചുറൽ ദേശീയ ദുരന്തമായി അതില്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ ആ നിയമം എത്ര നിയമങ്ങൾ ഇപ്പോൾ ചൂടപ്പം പോലെ ഭേദഗതി ചെയ്യുന്ന നാടാണ് ഈ നാട്. ആവശ്യമില്ലാത്ത എത്രയോ നിയമങ്ങൾ മിനിറ്റ് കൊണ്ട് പാസ്സാക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ നിയമം ഉണ്ടെങ്കിൽ അത് ഭേദഗതി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് സാങ്കേതികമായി അത് പറഞ്ഞാൽ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് ദേശീയ ദുരന്തമാക്കാൻ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കലാമിറ്റി ഓഫ് സിവിയർ നാച്ചുറലായി പ്രഖ്യാപിക്കുക, L3 സ്റ്റാറ്റസിൽ പ്രഖ്യാപിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായ സഹായങ്ങൾ കിട്ടും കേരളത്തിന്. ഇത് പ്രഖ്യാപിക്കുന്നവരുടെ മടി കാണിക്കുന്നത് ഇതെന്താ ഒരു പ്രതികാര ബുദ്ധിയോടെ കേരളത്തോട് സമീപനം നടത്തുകയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? ഇതിനെതിരായി എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണം. പാർലമെൻറ്റിൽ സംശയം വേണ്ട, ഇത് വലിയ മുന്നേറ്റത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. സർക്കാർ സമർപ്പിച്ചിട്ടുള്ള ആദ്യ മെമ്മോറാണ്ടത്തെ UDF തന്നെ എതിർത്തതാണ്. ശവമടത്തിന് 75,000 എന്നതടക്കമുള്ളതിന്. അതിനുശേഷം അത് മാറ്റി സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തി വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് കേരളത്തിനെ ബാധിക്കുന്ന ഒരു പൊതുവായ വിഷയമാണ്. ഇതിപ്പോൾ കേന്ദ്രത്തിന് അറിയാത്ത കാര്യം അവരുടെ മിനിസ്റ്റർ ആ മെമ്മോറാണ്ടം പോട്ടെ, ഇവരുടെ ഇൻ്റർ മിനിസ്റ്റർ ടീം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവർ നേരിട്ട് അസസ് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കറിയാമല്ലോ കണക്കുകൾ. ആർക്കറിയാത്ത കണക്കുകൾ? ഇനി എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറയണം. അതിനനുസരിച്ച് ദുരന്തമുണ്ടായ ജനങ്ങളെ ശിക്ഷിക്കുകയല്ലോ വേണ്ടത്. അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം പറഞ്ഞിട്ട് ദുരന്തമുണ്ടായ സ്ഥലത്തെ ജനങ്ങളെ ശിക്ഷിക്കുകയാണോ വേണ്ടത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യമല്ല ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു മെമ്മോറാണ്ടവും നൽകാത്ത സംസ്ഥാനങ്ങൾക്കും വിവേചനം കാണിക്കുന്നു. മെമ്മോറാണ്ടമല്ല, രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചില സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഞാൻ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിനെതിരായിട്ടല്ല പറയുന്നത്, പക്ഷേ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അതെല്ലാം കൊടുക്കുക. ഇത് ഏറ്റവും വലിയ ഒരു ദുരന്തം നടന്നിട്ട് ആ ദുരന്ത മുഖം തിരിഞ്ഞു നിൽക്കുക, ഇത് അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പാർലമെന്റിൽ വിഷയം ശക്തമായി ഉന്നയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന സാഹചര്യം കണ്ടതാണ്. ഇനി എങ്ങനെയായിരിക്കും കോൺഗ്രസ്? അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. പാർലമെന്റിൽ അവർ നൽകിയ ഉറപ്പുകൾ ഉണ്ടായിരുന്നു, സഭയ്ക്ക് സ്പീക്കറടക്കം നൽകിയ ഉറപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഉറപ്പ് പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തും കോൺഗ്രസും ഇന്ത്യ മുന്നണി.